ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പം നമ്മുടെ പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 1 വീക്കിലേക്ക് ഒരാഴ്ചത്തേക്ക് നമ്മൾ എന്താക്കുകയാണ്, ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പം കൂടുതൽ വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാമായിരിക്കും. അതിൽ ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിൻ്റെ കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അലമാറയൊക്കെ തുറന്ന് ഓരോരുത്തരുടെ ഡ്രസ്സായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ 3-4 ദിവസം മുമ്പ് തന്നെ അലമാറ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാ ഡ്രസ്സുകളും അയൺ ചെയ്ത് മടക്കി വെച്ച് വൃത്തിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമായിട്ടോ, പാക്ക് ചെയ്യാനും കാര്യത്തിനൊക്കെ നല്ലോണം എളുപ്പമായിട്ടുണ്ട്. പിക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പാക്ക് ചെയ്യുന്ന ഏത് പെട്ടിയിലാണ് അല്ലെങ്കിൽ ഏത് ബാഗിലാണ് ഏതൊക്കെ ഡ്രസ്സുകളാണ് വെക്കേണ്ടത് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു ബാഗും വാങ്ങി. പിന്നെ നമ്മളടുത്തുള്ള ഒരു ട്രാവൽ ബാഗുമാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ ഒരു ഹാൻഡ് ബാഗും ഉണ്ട്. അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ ഇക്കാൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ടീഷർട്ട്സും അതുപോലെ തന്നെ പാൻറ്റും ഷോർട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളതും എൻ്റെതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ രണ്ടുപേരും ഒരു ബാഗിലും പിന്നെ മക്കളെ ഡ്രസ്സൊക്കെ വേറൊരു ബാഗിലും ഇടാം. കാരണം മക്കൾക്ക് എക്സ്ട്രാ കുറേ ഡ്രസ്സ് എടുക്കണം. കാരണം അവർ ഛർദ്ദിക്കുകയോ അതുപോലെ തന്നെ മണ്ണിലൊക്കെ കളിക്കുമല്ലോ. ഇച്ചൊക്കെ പ്രത്യേകിച്ചും നിലത്ത് കൂടെ കുരുളാണ് മിനിറ്റിന് ഡ്രസ്സ് മാറ്റേണ്ടി വരും. പിന്നെ അൽഹംദുലില്ലാ അങ്ങനത്തെ വൊമിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ചളിയിലും പിന്നെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ മേത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സുകളൊക്കെ കരുതിയോണ്ട് അത് ഉപകാരപ്പെട്ടോ. പിന്നെ 2-3 കർച്ചീഫുകൾ ടവലുകളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തോർത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മക്കളത് എടുക്കണം കേട്ടോ. ഇച്ചുവിൻ്റെയും എസൻ്റെയും കൂടി എടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇച്ചു അവൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. ഓൻ കയറിയാൽ പിന്നെ ഓനെല്ലാം വലിച്ചിടും. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ അൽമാറകളൊക്കെ നാശമാവുന്നത് കേട്ടോ. അൽമാറ എല്ലാം ഡ്രസ്സ് ഒതുക്കി വെക്കുന്നത് നാശമാവുന്നത് കേട്ടോ. ഇവരൊക്കെ നമ്മൾ തുറക്കുന്ന സമയത്ത് ഇവന് നമ്മുടെ ഇടയിൽ കൂടെ കയറിയിട്ട് ഓരോ ഡ്രസ്സുകളും ഓൻ്റെ ഡ്രസ്സ് പിന്നെ അതിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ വലിച്ചെടുക്കും കേട്ടോ. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഓനെ അധികം അടുപ്പിക്കലില്ല കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ വേഗം എടുക്കുന്ന സമയത്ത് ഓനങ്ങ് കയറിപ്പോയിട്ടോ. പിന്നെ ഇതാ ഈ ഒരു മങ്കി ഉണ്ടല്ലോ, തലയിൽ ഇടുന്ന തൊപ്പി, അപ്പം അതും കൂടിയും എടുക്കുന്നുണ്ട് കേട്ടോ. അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡിൽ വെച്ചപ്പോഴാണ് ഓൻ അതെടുത്ത് കളിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇച്ചുവിനാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് കട്ടിയുള്ളത് ഒരു 2 എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ടുള്ള അധികം കട്ടിയില്ലാത്തതാണ്. കാരണം പകലൊക്കെ അവിടെ നല്ല ചൂടായിരിക്കും കേട്ടോ. പിന്നെ രാത്രി നമ്മൾ പോകുമ്പോഴാണ് കൂടുതലായിട്ടും എന്ത് വേണ്ടത്, കുറച്ച് കട്ടിയുള്ള ഫുൾ കൈയുള്ള ഡ്രസ്സൊക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും ഓൻ്റെത് എടുത്തിട്ടുണ്ട് കേട്ടോ. അൽമാറയിലെ പുതിയ ഡ്രസ്സുകൾ ഫുള്ളും എടുത്തിട്ടുണ്ട്. പുതിയതെന്ന് പറയുന്നത് എല്ലാ ഡ്രസ്സും ഓനിട്ടതുമാണ്. പിന്നെ നിങ്ങളൊക്കെ കണ്ടതുമാണ് കേട്ടോ. നമ്മളെ വീഡിയോസിൽ കണ്ട ഓരോ ഡ്രസ്സുകൾ തന്നെയാണ് എടുത്തതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓന് ഞാൻ മടക്കി വെച്ചതൊക്കെ വൃത്തിയേടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെതാ ഇനിയിപ്പം അതും ബെഡിൽ വെച്ചു. പിന്നെ ഇനിയിപ്പോൾ എസൻ്റെയും കൂടി എടുക്കണം കേട്ടോ. അപ്പം ഇതൊക്കെ കുറച്ച് 2-3 ഉടുപ്പുകൾ പൊന്നൂൻ്റെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ മുകളിൽ കാണുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ഏജൻറ്റ് നോക്കണം. അപ്പോൾ ഞാൻ ഇക്കാനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ 2 പേർക്കുള്ള സെറ്ററുകളും എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പുലർച്ചെ രാവിലെ ഒരു 5:30 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം കേട്ടോ. 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ബസ്. കോഴിക്കോട് നിന്ന് ട്രെയിനിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഉറങ്ങാത്തതിന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം തലേ ദിവസവും മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് പകൽ ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം മിച്ചു അതൊന്നും അവർ ഉറങ്ങുന്നുണ്ട്. അവർ ഫുള്ളും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ സമയത്ത് അപ്പോൾ ഞാൻ ഇച്ചുവിനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ അടിക്കുകയാണ്. ആൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, ഫുള്ള് കുൽമാലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്ത് എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചീത്തയും അടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പിന്നെ ഇതാ ഈ ഒരു ഫുൾ കൈയുള്ള ഡ്രസ്സ് പാൻറ്റും കുപ്പായും എടുക്കുന്നുണ്ട്. അത് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുൾ കൈയുള്ള ഡ്രസ്സൊക്കെ എടുത്തത് നന്നായിട്ടോ. കാരണം നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. മക്കൾക്ക് സെറ്ററൊക്കെ എന്തായാലും വേണം കേട്ടോ. അപ്പം
ട്രെയിനിൽ AC പോകുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് സെറ്ററും അതുപോലെ തന്നെ സോക്സ് പിന്നെ സെറ്റർ ഇടാൻ പിന്നെ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഫുൾ കൈയുള്ള ഡ്രസ്സ് തന്നെ മാക്സിമം എടുക്കുക കേട്ടോ. കുറച്ച് കട്ടിയുള്ള ഡ്രസ്സ് തന്നെ എടുക്കുക, കാരണം നല്ല തണുപ്പാണ്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നമ്മൾ ഇറങ്ങുന്നത് വരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. നമുക്കിത് 24 hours ആണ് കേട്ടോ. നമ്മൾ രാവിലെ പോയാൽ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം നമ്മൾ അതിൻ്റെ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇടയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് സെറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോയത് ഉപകാരമായി. പിന്നെ അതുപോലെ തന്നെ മരുന്നുകളും കൊണ്ടുപോകണം. നമ്മളിവിടെ പാരസെറ്റാമോളും അതുപോലെ തന്നെ മൂക്കിലിറ്റിക്കുന്നതും ചുമേൻ്റെതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ പമ്പേഴ്സ് കേട്ടോ, പമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗിലാണ് പമ്പേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഇടുന്നത് കേട്ടോ. ആദ്യം മക്കളുടെയൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഇതിലിട്ടാൽ പിന്നെ ഓരോ അതിലിടാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം മാറ്റി. അങ്ങനെ ഇതാ എൻ്റെ ഹാൻഡ് ബാഗും അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറുപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ലാസ്റ്റ് ഇതാ എല്ലാ ബാഗുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എടുക്കാൻ നിന്നാൽ രാത്രി കിടക്കാൻ വൈകും. ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം മക്കൾ ഉറങ്ങുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ മക്കൾ രണ്ടുപേരും ഉറങ്ങിയില്ല, രണ്ടുപേരും കളിയിലായിരുന്നു കേട്ടോ. പിന്നെ അവരെ കാത്തു നിന്നില്ല, ഞങ്ങൾ വേഗം ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നിന്നു. അങ്ങനെ ഇപ്പം കിടക്കാൻ നേരം 12 മണി ആയിട്ടുണ്ട്. രാവിലെ 3:30 എണീക്കണം. കുറേ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.